തിരുമാറാടി ക്ഷേത്രത്തിൽ മഹാദേവനാണ് കുടികൊള്ളുന്നത്. ക്ഷിപ്രപ്രസാദിയും ആവൽ ബാന്ധവനുമാണ് ശിവൻ. ഇണങ്ങി നിന്നാൽ എന്തും തരുന്നവനും ഇടഞ്ഞാൽ എല്ലാം തട്ടി ഉടയ്ക്കുന്നവനുമായ കൈലാസനാഥനുമായി സ്വഭാവഗുണത്തിൽ കരിവീരന്മാർ ഇണങ്ങും. ഊരായ്മ ദേവസ്വത്തിന് കീഴിൽ വരുന്ന ഈ പുണ്യപുരാതന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്നാണ് വിശ്വാസം. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുമാറാടി ക്ഷേത്രം. ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് ഇവിടെ ഉത്സവം. ഉത്സവത്തോടനുബന്ധിച്ചാണ് ഇന്നാട്ടുകാർ ഏറെ ഉത്സാഹത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടി അവരുടെ പ്രിയപ്പെട്ട ദേശത്തിൻ്റെ പേര് ഉത്സവ നഗരികളിലെല്ലാം പരത്തിയ തങ്ങളുടെ രമണിയെ ആദരിച്ചത്. തിരുമാറാടി ക്ഷേത്രത്തിൻ്റെ ഉയർച്ച താഴ്ചകളിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി ഒരു നിശബ്ദ സാന്നിധ്യമാണ് രമണി. ഇന്ന് തിരുമാറാടി ക്ഷേത്രത്തിന് സാമ്പത്തിക പരാധീനതകളൊന്നുമില്ല. നല്ല നടവരുമാനവും വിശ്വാസികളുടെ സാന്നിധ്യവും ക്ഷേത്രത്തിന് നവചൈതന്യം നൽകുന്നുണ്ട്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ. ഉത്സവം നടത്തുന്നതിനും നിത്യച്ചെലവുകൾക്ക് പോലും അധികാരികൾ നന്നേ വിഷമിച്ചിരുന്നു. ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ നടന്നുപോയിരുന്ന ക്ഷേത്രത്തിൽ ഉത്സവ നാളുകളിൽ നല്ല വാടക നൽകി ആനകളെ കൊണ്ടുവരാനൊന്നും കഴിയുമായിരുന്നില്ല. അക്കാലത്ത് ക്ഷേത്രത്തിൻ്റെ അഭിമാനം കാത്തിരുന്ന വലിയ സാന്നിധ്യമായിരുന്നു രമണി. അന്ന് വലിയ വാടക നൽകി ആനകളെ കൊണ്ടുവരാൻ കഴിയാതിരുന്ന അധികൃതർക്ക് നാട്ടുകാരിയായ രമണി താങ്ങും തണലുമായി. ഭഗവാൻ രമണിയെ മറ്റൊരിടത്തേക്കും പറഞ്ഞുവിട്ടതുമില്ല. കാലം മാറി, കഥയും തിരക്കഥയും മാറി. തിരുമാറാടി മഹാദേവർ ക്ഷേത്രം പ്രശസ്തിയിലേക്ക് വളർന്നു. ലോറിയിലേറി ഇവിടേക്ക് പേരും പെരുമയും പത്രാസും ഒക്കെയുള്ള സൂപ്പർ സ്റ്റാറുകൾ എത്താൻ തുടങ്ങി. അവർ ഉത്സവത്തിൻ്റെ മാറ്റുകൂട്ടി. പക്ഷേ അപ്പോഴും അവർക്കിടയിൽ രമണിക്ക് ഒരു സ്ഥാനമുണ്ടായിരുന്നു. ഇത്തവണ ആ അംഗീകാരമാണ് ഗജറാണി പട്ടത്തിലേക്ക് വളർന്നത്. ഇക്കാലത്തിനിടയിൽ നാണു എഴുത്തച്ഛൻ ശ്രീനിവാസനും ഗുരുവായൂർ പത്മനാഭനും പാമ്പാടി രാജനുമെല്ലാം തിരുമാറാടിയിലെ മഹാദേവനെ കണ്ടു വണങ്ങാൻ വന്നു. അവർക്കൊക്കെ അകമ്പടിയായോ അല്ലെങ്കിൽ അവർക്കൊപ്പമോ അതുമല്ലെങ്കിൽ ശിവന്റെ കണ്ണിൽ അവരെക്കാളൊക്കെ മുന്നിലായോ കുട്ടംതടത്തിൽ രമണി ഉണ്ടായിരുന്നു. 2010 ഡിസംബർ 21 വൈകിട്ട് 4:30 ക്ഷേത്രാങ്കണത്തിൽ വെച്ചായിരുന്നു പട്ടം സമർപ്പിക്കൽ ചടങ്ങ്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമായി തിരുവമ്പാടി ചന്ദ്രശേഖരൻ, ചെർപ്പളശ്ശേരി ശേഖരൻ, തോട്ടത്തിൽ കുളം ഗോപാലൻ, കൂത്താട്ടുകുളം ഗണേശൻ എന്നീ സൂപ്പർ സ്റ്റാറുകളെ എലാറ്റിൻ്റെ അംഗങ്ങൾ കൊണ്ടുവന്നു. ഇത്രയും പേർ എത്തുന്നുണ്ടെന്ന് അറിഞ്ഞത് തന്നെ നാട്ടുകാർക്കൊരു ഉത്സവമായി. പിന്നെ അതിനായിട്ടുള്ള കാത്തിരിപ്പും. തനിക്ക് ഗജറാണി പട്ടം തരുന്ന ചടങ്ങിൽ ഇത്രയും കൊലകൊമ്പന്മാർ പങ്കെടുക്കുന്ന വിവരം അറിഞ്ഞപ്പോഴും രമണിക്ക് വലിയ ആഹ്ലാദമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിന് താൻ അർഹയാണെന്നോ അല്ലെങ്കിൽ അർഹയല്ലെന്നോ അവൾ പറഞ്ഞില്ല. ഇപ്പോൾ എന്തു തോന്നുന്നു എന്ന പലരുടെയും ചോദ്യത്തിന് നോ കമൻസ് എന്ന കുണുങ്ങിക്കൊണ്ടുള്ള മറുപടിയാണ് രമണിക്കുണ്ടായിരുന്നത്. എന്തെങ്കിലും അധികം പറഞ്ഞാൽ അത് മഹാദേവന്റെ മുന്നിൽ കാട്ടുന്ന അമിതാഹ്ലാദമാകുമെന്ന് അവൾക്കറിയാമായിരുന്നു. എലാറ്റും ക്ഷേത്രക്ഷേമ സമിതിയും കൂടി ഈ നാട്ടിലെ ശാന്ത സ്വഭാവമുള്ള രമണിയാനിക്ക്
ഗജറാണിപ്പട്ടം നൽകുവാൻ സാധിച്ചതിൽ ക്ഷേമസമിതിക്കും ഈ നാട്ടുകാർക്കും അതിയായ സന്തോഷമുണ്ട്. ഈ ഉത്സവത്തോടനുബന്ധിച്ച് കഴിഞ്ഞ 4-5 വർഷമായി മഹാദേവക്ഷത്തിലെ ഉത്സവത്തിൽ കേരളത്തിലെ തലയെടുപ്പുള്ള ഗജവീരന്മാർ ഗുരുവായൂർ പത്മനാഭൻ, നാണൂരത്തച്ഛൻ ശ്രീനിവാസൻ, പാമ്പാട് രാജൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ തുടങ്ങിയ ആനകൾ എഴുന്നള്ളിപ്പിന് വരാറുണ്ട്.